പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവേണ്ടത് അള്ളാഹുവുമായിട്ടാണ്. അള്ളാഹുവുമായിട്ട് നമുക്ക് ബന്ധം ശക്തമാക്കണമെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ എന്നത് നമുക്കൊന്ന് പാരായണം ചെയ്യാനുള്ളൊരു ഗ്രന്ഥമായിട്ടല്ല, അതിലുപരി നമ്മുടെ വെളിച്ചവും വഴികാട്ടിയുമായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലദീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആനിനെ നമ്മൾ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന്. നമുക്ക് ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളുണ്ടാകും. ചിലർക്കത് കുടുംബത്തിലാകാം, ചിലത് ശാരീരികമായിട്ടാകാം, ചിലത് മാനസികമായിട്ടാകാം. ഇതിനെല്ലാം നമ്മൾ പരിഹാരം തേടുന്നത് നമ്മൾ ഖുർആനിലേക്ക് അയക്കണം. ചിലർ മറ്റു വഴികളിലൂടെ പരിഹാരം തേടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമുക്കതിന് പരിഹാരം കിട്ടും. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താൻ 3 വഴികളാണുള്ളത്. ഒന്ന്, അത് ദിവസവും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, അത് അർത്ഥം മനസ്സിലാക്കുക എന്നതാണ്. മൂന്നാമത്, അതിലെ മൂല്യങ്ങൾ, അതിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നതാണ്. ഖുർആനിൽ നമുക്കറിയാം മാതാപിതാക്കളോടുള്ള കടമകൾ, അതുപോലെ തന്നെ നമ്മുടെ സത്യസന്ധരാവാൻ, അതുപോലെ കുട്ടികളോടും ദരിദ്രരോടുമുള്ള കടമകൾ, അവരോട് നമ്മൾ കരുണ കാണിക്കണം എന്നുള്ളത്, അതുപോലെ എത്രയോ കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുകയും അത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും ഉത്തമർ എന്നുള്ളത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന്. ഈ ഒരു കാര്യത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രയൊക്കെ സ്ഥാനമുണ്ട് എന്നുള്ളത്. ഒരു കുടുംബത്തിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഏറ്റവും വലിയ സ്ഥാനം കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഖുർആൻ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് അലമാരയിൽ സൂക്ഷിക്കുക എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും പാരായണം ചെയ്യുക എന്നുള്ളതും, നമ്മൾ അതിനൊരു സമയം മാറ്റി വെക്കുക എന്നുള്ളതും, അതിലെ അർത്ഥം മനസ്സിലാക്കുക എന്നൊക്കെ നമ്മളത് ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവരണം. പഠിച്ച റബ്ബ് നമ്മുടെ ഈ ഒരു അള്ളാഹു ഖുർആനുമായിട്ടുള്ള ബന്ധം മുറുകപ്പെടുത്തുന്നതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.